ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. സർവേ കോപ്സ് ആണെങ്കിൽ സിഗാഷ്ന നഗരം അത് തിരികെ പിടിക്കാനും സർവേ കോപ്സിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാനും ഇപ്പോൾ സിഗാഷ്ന നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരു ലോഡ് ടൈറ്റൻസ് ആണ് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഉള്ള ആ ഒരു വലിയ അബ്നോർമൽ ടൈറ്റൻ അതാണെങ്കിൽ ഇപ്പോൾ സിഗാഷ്നയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ ആ വലിയ ദ്വാരം അടയ്ക്കും. ക്യാപ്റ്റൻ, ആ ഒരു ആർമർ ടൈറ്റൻ അവൻ വരുന്നുണ്ട്. ഇവിടെ റെയ്നർ ആണെങ്കിൽ ആ മതിലിന് പുറത്തേക്ക് അങ്ങനെ വലിഞ്ഞു കയറുകയാണ്. എന്നാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവരിത്രയൊക്കെ ചെയ്തിട്ടും ക്യാപ്റ്റൻ എന്തുകൊണ്ടായിരിക്കും ഫൈറ്റ് ചെയ്യാൻ ഓർഡർ ഇടാത്തത്? അതിന് റെയ്നർ പറയും, ക്യാപ്റ്റൻ അവരുടെ മൊമെന്റ്സ് നിരീക്ഷിക്കുകയാണ്. റെയ്നറും കൂട്ടരും നമുക്കൊരു വലിയ വരവേൽപ്പ് തന്നെയാണ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. എർവിനാണെങ്കിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വരുന്ന മറ്റൊരു ടൈറ്റനെ ശ്രദ്ധിക്കും. ആക്ച്വലി ആ ടൈറ്റന് മനുഷ്യനായി മാറാനായിട്ട് കഴിയും. ഒരുപക്ഷെ റെയ്നറും കൂട്ടരും നമ്മൾ ഇവിടേക്ക് പോകുന്നുവെന്ന് അറിഞ്ഞത് ആ ഒരു ടൈറ്റന്റെ സഹായത്താലായിരിക്കാം. എർവിനാണെങ്കിൽ ആ ടൈറ്റന്റെ മുതുകിലുള്ള സാധനങ്ങൾ അതെന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കും. അതേസമയം ആ ഒരു കൊരങ്ങൻ ടൈറ്റൻ അവനാണെങ്കിൽ ബാക്കിയുള്ള ടൈറ്റൻസിലെല്ലാം നമ്മുടെ ആൾക്കാർക്ക് നേർക്ക് പറഞ്ഞയക്കും. അവരുടെ ലക്ഷ്യം ആദ്യം നമ്മുടെ ആൾക്കാർ വന്ന കുതിരകളെ ആ ഒറ്റകളെ ഇല്ലാതാക്കുക എന്നതാണ്. അതിനുശേഷം നമ്മുടെ ആൾക്കാരെ വളഞ്ഞിടുക. വെള്ളവും ഭക്ഷണവും തീർന്നു കഴിയുമ്പോൾ തിരികെ പോകാൻ കഴിയാതെ തളർന്നു വീടുന്ന ആ സമയം അവരുടെ ലക്ഷ്യം നിറവേറ്റുക. അതാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം മറ്റാരുമല്ല, സാക്ഷാൽ എറിനെ തട്ടിക്കൊണ്ടുപോവുക. അതാണ് അവരുടെ ആവശ്യം. ഇവിടെ കമാൻഡറിനോട് ഒരു സോൾജിയർ ആണെങ്കിൽ പറയും, കമാൻഡർ, ആർമർ ടൈറ്റൻ അവൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ബെർണോൾഡ് എവിടെയാണെന്ന് ഇത്ര ഐഡിയയില്ല. ഈ സമയം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് കമാൻഡർ പറയും, ആദ്യം കുതിരകളെ പ്രൊട്ടക്ട് ചെയ്യണം. ലിവായും ഹാഞ്ചിയും അവരുടെ സ്ക്വാഡുകളെല്ലാം തന്നെ ആ ടൈറ്റൻസിനെ അറ്റാക്ക് ചെയ്യണം. എത്രയും വേഗം നമുക്ക് അവറ്റകളെ തോൽപ്പിക്കണം. മനുഷ്യരാശിയെ തിരിച്ചു പിടിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടമാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. ഇതിനാണെങ്കിൽ ലീവായോട് പറയും, ഞാൻ ലീവായ് സ്ക്വാഡിനോട് മാത്രമാണ് ഇവിടുന്ന് പോകാനായിട്ട് പറഞ്ഞത്. ലീവായ്, നീ ഇവിടെ തന്നെ വേണം. അവരോടൊപ്പം ആ കുതിരകളെ പ്രൊട്ടക്ട് ചെയ്യണം. മാത്രമല്ല, ആർമർ ടൈറ്റനെ കൊല്ലാൻ കഴിയാഞ്ഞതിലുള്ള വിഷമം നിനക്കില്ലേ? ആ ഒരു വിഷമം നികത്താൻ നിനക്കൊരു അവസരം. ആ ഒരു കൊരങ്ങനെ അവനെ നീ കൊല്ലണം. അത് കേട്ട് ലീവായ് പറയും, ഇപ്പായാലും ഞാനത് ചെയ്യുന്നു പറഞ്ഞ് അവൻ പുറത്തേക്ക് അങ്ങനെ ചാടി പോവാണ്. ലീവായ് ആണെങ്കിൽ ആർമയെ നോക്കും. ആർമർ ടൈറ്റനെ തകർക്കാനായിട്ട് 2 വഴികളാണുള്ളത്. അതിലൊരു വഴിയിലൂടെ ഞാൻ പോവും, മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കേണ്ടത് അത് നീയും അതുപോലെ തന്നെ കണ്ണാടിപ്പണ്ണ് ഹാഞ്ചിയുമാണെന്ന് പറയും. ഇവിടെ റെയ്നർ ആണെങ്കിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ ബാധയ്ക്ക് വരും. എല്ലാ കുതിരകളെയും ഒറ്റയടിക്ക് നശിപ്പിച്ചു കളയണം. അതിനുശേഷം ആ ക്യാപ്റ്റൻസിന്റെ കഥ കഴിക്കണം. എന്റെ ലക്ഷ്യം അത് പൂർത്തിയാവാനായിട്ട് സമയമായെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവന്റെ തൊട്ടടുത്തായിട്ട് എർവിൻ സ്മിത്ത് നിൽക്കുന്നത് കാണുക. ആളുടെ പുറകിലായി ഇപ്പൊ ആരോ ഒരാൾ ടൈറ്റനായി മാറും. അത് എറിനാണെന്ന് അവൻ തിരിച്ചറിയും. അവനെന്തിനാ ഇപ്പൊ ടൈറ്റനായി മാറിയത്? ഞങ്ങളുടെ ലക്ഷ്യം അവനാണെന്ന് അവന് നന്നായിട്ട് അറിയാവുന്നതല്ലേ? ഇനി ഒരു പക്ഷേ കറങ്ങി തിരിഞ്ഞ് വാൾ സീനയിലേക്ക് പോകാനാണോ അവൻ ശ്രമിക്കുന്നത്? അങ്ങനെ സംഭവിച്ച ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ പദ്ധതി ക്രിയേറ്റ് ചെയ്തൊക്കെ തന്നെ വെറുതെ ആവും. വെറും 2 മാസം കൊണ്ട് ഹാർണിംഗ് ടെക്നിക്ക് മുഴുവനായിട്ട് പഠിച്ചെടുത്തവനാണ് എറിൻ. അവന്റെ പവർ അത് കിട്ടിയേ പറ്റൂ. എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇത്രയും വലിയ പദ്ധതിയും ഇത്രയും വലിയ റിസ്ക്കും എടുത്തത് അത് വെറുതെ ആയി പോവും. സമ്പൂർണ്ണ പരാജയമായി മാറില്ല. അതല്ല അവന്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ 3D ഗിയർ ഉപയോഗിച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. അവൻ കുതിരകളുടെ അടുത്ത് നിന്ന് എന്റെ ശ്രദ്ധ തെറ്റിക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. റെയ്നർ ആണെങ്കിൽ ഇപ്പോ എറിന്റെ പിന്നാലെ പോവാണ്. അവരുടെ പ്ലാൻ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടും ആളാണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ പോവും. ഇവിടെ ആർമിനും ഹാഞ്ചിയും അവർ പരസ്പരം നോക്കും. ഓ, എറിനെ അവനെ ഒരു ഇരയായിട്ട് ഇട്ടുകൊടുത്ത് അവരെ പിടിക്കാനാണല്ലേ എർവിൻ സ്മിത്തിന്റെ പ്ലാൻ? അതിന് ഹാഞ്ചി പറയും, അതെ. റെയ്നർ ആണെങ്കിൽ ഒരു പക്ഷേ ആ കുതിരകളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ എറിൻ അവൻ മതിലിന്റെ പുറകിലൂടെ പോയി ആ ഒരു മങ്കി ടൈറ്റനുമായിട്ട് ഏറ്റുമുട്ടും. ഇവായും കൂട്ടരും അവനെ സഹായിക്കാൻ അവനോടൊപ്പം കട്ടയ്ക്കുണ്ട്. ഉറപ്പായാലും നമ്മുടെ ശത്രുക്കളുടെ പ്ലാൻ അത് തകരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ പ്ലാൻ ഇതാണ്. സോ സിഗാഷ്നയിൽ വെച്ച് തന്നെ നമുക്ക് ആ ആർമർ ടൈറ്റനെ നേരിടണമെന്ന് പറഞ്ഞ് ഹാഞ്ചി ടീമുമാണെങ്കിൽ അതിന്റെ നേർക്ക് പോകും. ആർമിനാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കും, പ്ലീസ് ദയവ് ചെയ്ത് പറയുന്നത് കേൾക്ക്. ആ ബെർണോൾഡ് എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. അവന് ആർമർ ടൈറ്റനായി മാറാനുള്ള കഴിവുണ്ട്. കഴിഞ്ഞ തവണ എറിൻ ായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ബെർണോൾഡ് ആണ് വലിയ ടൈറ്റനായി മാറി അവനെ തട്ടിക്കൊണ്ടുപോയത്. അവൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ മതിലിനോട് അല്പം ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രം അവരുമായിട്ട് പോരാടുക. കട്ട് ചെയ്ത ഇവിടെ ട്രെയിനർ ആണെങ്കിൽ എറിന്റെ പിന്നാലെ വരികയാണ്. എറിൻ അവനോട് പറയും, കഴിഞ്ഞ തവണ ഞാനും നീയും മുട്ടിയതാണ്. ഉറപ്പായാലും ഇത്തവണ അന്ന് സംഭവിച്ചതുപോലെ സംഭവിക്കില്ല. ഞാൻ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് അവർ 2 പേരും ബമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ് പോരാട്ടം. ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, റീനർ, നീ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് എനിക്കറിയോ? ഇത് ഞങ്ങളുടെ വീടാണ്. ഉറപ്പായാലും നിങ്ങളെ തകർത്ത് ഇത് ഞങ്ങൾ തിരികെ പിടിക്കും. കട്ട് ചെയ്ത ഒരു കാര്യം വെളിപ്പെടുത്തും. തണ്ടർ സ്പിയർ ആർമർ ടൈറ്റനെ തകർക്കാനായിട്ട് നേവിക്കാരാണെങ്കിൽ വളരെ സീക്രട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വലിയ വെപ്പനാണിത്. അവരാണെങ്കിൽ ആ ഒരു ആയുധങ്ങളുമായിട്ട് തയ്യാറാവും. ഹാൻഡിൽ ചെയ്യാൻ
അല്പം ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇടിമിന്നൽ പോലെ അത് തകർത്ത് കളയും. കട്ട് ചെയ്ത ഇവിടെ മാർലോ ആണെങ്കിൽ കുതിരകളുമായിട്ട് സേഫായ ഒരു സ്ഥലത്തേക്ക് വരും. ഉടനെ 2 ടൈറ്റൻസ് ഇപ്പോഴും കുതിരകളെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ട ക്യാപ്റ്റൻ ലീവായ് ആളങ്ങനെ ചാടി വീണ് ആ ഒരു ടൈറ്റൻസിനെ 2 പേരെ വെട്ടിയെറിയും. ലീവായ് ആണെങ്കിൽ വിളിച്ചു പറയും, ആ ചെറിയ ടൈറ്റൻസിനെ എത്രയും വേഗം കൊന്നുകളയും, എത്രയും വേഗം നമുക്ക് ആ ബീസ്റ്റ് ടൈറ്റനുമായിട്ട് പോരാടണം. ഓ നോ, ഈ ചെറിയ പിള്ളേരെയൊക്കെ മുകളിൽ നിർത്തിയാൽ മതിയായിരുന്നു. ഇങ്ങനെ പോവാണെങ്കിൽ ഒരുപാട് പിള്ളേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ട് ചെയ്ത ക്യാപ്റ്റൻ എർവിൻ സ്മിത്തിനെ കാണിക്കും. 3-4 മീറ്റർ വലുപ്പമുള്ള ടൈറ്റൻസിനെ തോൽപ്പിക്കാൻ പോലും സോൾജിയേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ അത്രയും സർവേ കോപ്സിന് ഇപ്പോൾ ശക്തിയില്ല എന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ടീച്ചറായിരുന്നപ്പോൾ ഞാൻ സർവേ കോപ്സിൽ ചേരുമെന്നും ഒരുപാട് ടൈറ്റൻസിനെ ഞാൻ ഇല്ലാതാക്കുമെന്നും കുട്ടികളോട് പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹപ്രകാരം സർവേ കോപ്സിൽ ചേർന്നതിന് ശേഷം ഞാൻ അപ്രകാരം പറയുന്നത് സ്റ്റോപ്പ് ചെയ്തു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ അതൊന്നൊന്നായിട്ട് നേടിയെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇതെല്ലാം തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ യാത്രയിൽ എപ്പോഴോ ഞാൻ ഓർഡറുകളും നിർദ്ദേശങ്ങളും നൽകാനായിട്ട് തുടങ്ങി. മാത്രമല്ല മനുഷ്യർക്ക് വേണ്ടി തന്റെ ഹൃദയം തന്നെ സമർപ്പിക്കാനായിട്ട് ഞാൻ സോൾജിയേഴ്സിനോട് പറഞ്ഞു. ഞാൻ കബളിപ്പിച്ചവരുടെ ശവകൂമ്പാരത്തിന് മുകൾ കയറുന്നതാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും എന്നെ കൊണ്ട് ഇതുവരെ ആ ഒരു ബേസ്മെന്റിലേക്ക് മാത്രം എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഉറപ്പായാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അതിലേക്ക് എത്തും. പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണെന്നറിയാൻ എനിക്ക് ആ ഒരു ബേസ്മെന്റിലേക്ക് എത്തേണ്ട ദൂരം അത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. കട്ട് ചെയ്ത അതേസമയം ഇവിടെ എറിനാണെങ്കിൽ റെയ്നറിനെ ഓറഞ്ചും പൊറഞ്ചും തല്ലി കൊല്ലുകയാണ്. പവർ അതുപയോഗിച്ച് ഒരു സ്ഥലത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഉറപ്പായിട്ടും തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും റെയ്നറിനെ പഞ്ച് ചെയ്യും. നിന്റെ ഉറപ്പുള്ള ശരീരം എന്നെ കൊണ്ട് ചില്ല് പോലെ തകർക്കാൻ പറ്റുമെന്ന് പറയുന്ന അതേസമയം റെയ്നർ ആണെങ്കിൽ ഇപ്പോ എറിനെ പിടിച്ചു വലിച്ച് നിലത്താഞ്ഞടിക്കുകയാണ്. അതിനുശേഷം അവനെ ഭാഗങ്ങളിലേക്ക് എടുത്ത് എറിഞ്ഞുകൊണ്ടേയിരിക്കും. മിക്കാസെ ആണെങ്കിൽ ആ ഒരു പുതിയ വെപ്പൻ അതുപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട ആൻറ്റി ആണെങ്കിൽ വിളിച്ചു പറയും, മിക്കാസ ഇപ്പൊ നീ അതിന് ശ്രമിക്കാൻ പാടില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് അതൊരു കാരണവശാലും പാളിപ്പോവാനായിട്ട് പാടില്ല. ഉറപ്പായാലും എറിൻ നമുക്ക് വേണ്ടി ഒരു അവസരം അത് നൽകും. ഇതൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആൻറ്റി ആണെങ്കിൽ ഒരു വെപ്പൻ കാണിച്ചു കൊടുക്കും. ഇതാണ് നിങ്ങളുടെ പുതിയ വെപ്പൻ, തണ്ടർ സ്പിയർ. ടൈറ്റനെതിരെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു വജ്രായുധമാണ്. അവന്റെ കട്ടിയുള്ള തൊലിക്കിടയിലൂടെ ബ്ലേഡുകൾ വർക്കാവില്ല. അത് തകർക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു വെപ്പൻ തന്നെ ആവശ്യമാണ്. അവന്റെ ആ കട്ടിയുള്ള തൊലി അതാണ് അവന്റെ ബെനിഫിറ്റ്. അതുപയോഗിച്ചാണ് കഴിഞ്ഞ തവണ അവൻ എറിനെ തട്ടിക്കൊണ്ടുപോയത്. തോൽപ്പിക്കുക എന്നതിന് പകരമായിട്ട് ആർമർ ടൈറ്റനെയും അതുപോലെ തന്നെ ബെർണാർഡിനെയും അവർ 2 പേരെയും നമുക്ക് കൊന്നു കളയണം. അത് കേട്ട് അവരെല്ലാവരും ഞെട്ടും. നിങ്ങൾ പറയുന്നത് അപ്പൊ ഇതുപയോഗിച്ച് അവരെ കുത്തണം എന്നാണോ? ആണെങ്കിൽ ശരിക്കും അത് പറയുന്നതിലല്ല, അത് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ ത്രില്ലെന്ന് അവൾ പറയും. ആണെങ്കിൽ അവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ തണ്ടർ സ്പിയർ ഉപയോഗിച്ച് വലിയൊരു മരം തന്നെ തകർത്ത് കളയും. ഇതാണ് ഇതിന്റെ പവർ. ഒരു ഇടിമിന്നൽ പോലെയായിരിക്കും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുക. ഒരു നല്ല വെപ്പൻ ആണെങ്കിലും ആർമർ ടൈറ്റനോട് ഇത് കിടപിടിക്കുമോ എന്ന് ആദ്യം നമ്മൾ ശ്രമിച്ചു നോക്കണമെന്ന് പറയും. കട്ട് ചെയ്ത പ്രസന്റിൽ ഇപ്പൊ ആർമിനും റെയ്നറും അവർ 2 പേരും ഫൈറ്റ് ചെയ്യുകയാണ്. ടെറിനാണെങ്കിൽ റെയ്നറിനെ വലിച്ചെറിയും. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അവന്റെ ഉള്ളിൽ നിന്ന് എറിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. പ്ലാൻ ബി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് റെയ്നർ റെഡിയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഹസയും ഹാൻജിയും അവർ 2 പേരും അവിടേക്ക് പറന്നു വരിക. ഇതാണ് നമ്മുടെ അവസരം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്പിയർ അത് അവന്റെ 2 കണ്ണിലേക്കും അവരങ്ങനെ കുത്തിക്കയറ്റും. ആണെങ്കിൽ അവന്റെ കണ്ണുകളിൽ നിന്ന് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ഇല്ല, ആ ബ്ലാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഉപയോഗിക്കുന്ന ആളും അതിൽ കൊല്ലപ്പെട്ടേക്കാം. ഊങ്ങിക്കിടന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ബിൽഡിങ്ങുകൾ കൂടെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവനെ തകർക്കാൻ പറ്റുമെന്ന് പറയേണ്ട താമസം ഒരുപാട് സോൾജിയേഴ്സ് തണ്ടർ സ്പിയർ അവന്റെ ബോഡിയിൽ കുത്തിയിറക്കി പൊട്ടിക്കും. ആ സമയം അവന്റെ നോബ് ഭാഗം അങ്ങനെ വിസിബിൾ ആയിട്ട് വരികയാണ്. അവരാണെങ്കിൽ അത് കണ്ട് സന്തോഷിക്കും. യെസ്, നമ്മൾ ആഗ്രഹിച്ച നോബ് ഭാഗം അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. മറ്റുള്ളവർക്ക് എല്ലാവർക്കും അല്പം പേടി തോന്നും. കാരണം റെയ്നർ അവരുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. പക്ഷെ വേറെ വഴിയില്ല, നമുക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ജിന്നാണെങ്കിൽ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. അവരെല്ലാവരും അതിന്റെ നോബ് ഭാഗത്തേക്ക് ആ ഒരു സ്പിയർ ആഞ്ഞു കുത്തി പൊട്ടിത്തെറിപ്പിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.